ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സബോള ചമ്മന്തി ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു സബോള എടുത്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സബോള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കുക. അതിലേക്ക് ഒരു ചെറുനാരങ്ങ പകുതി നീര് പിഴിയുക, നന്നായി പിഴിയുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂണ്, മാക്സിമം ഒരു 3/4 ടീസ്പൂണ് വരെ മുളക് പൊടി ഇടുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക, 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. എന്നിട്ട് നമ്മളത് നന്നായി കൈ കൊണ്ട് തന്നെ കൂട്ടി തിരുമ്പണം കേട്ടോ. എന്തിനാണെന്നറിയാം, കൈ കൊണ്ട് കൂട്ടി തിരുമ്പാൻ പറയണത്, അന്നേരമാണ് ആ സബോളമിക്ക് ആ എരിവും പുളിയും ഉപ്പും ഒക്കെ എത്തുള്ളൂ. അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി. സബോള ഒരു കൂട്ടാനും ഇല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന അടിപൊളി കൂട്ടാനാണ്. ചിലർ പറയും ചോറുണ്ണുമ്പോൾ ഒരു ചൊടിയില്ലാന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു സബോള ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. ഓണസദ്യക്കും ഇതൊരു വിഭവമായിട്ട് വെക്കുക കേട്ടോ, ഒരു കറിയായിട്ട് ഇത് വെക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്നൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചമ്മന്തി ഉപയോഗിച്ച് കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ സബോള ചമ്മന്തി ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.